മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടല്ല സിനിമ കാണേണ്ടത്. പേട്രിയറ്റ് വിമർശനങ്ങളിൽ പ്രതികരിച്ച് മമ്മൂട്ടി. പേട്രിയറ്റ് സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് മമ്മൂട്ടി. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടല്ല സിനിമ കാണേണ്ടത്. സ്വന്തം ഇഷ്ടപ്രകാരം സിനിമ കാണണം. സ്വകാര്യതയില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും പേട്രിയറ്റ് എന്ന സിനിമ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്നും മമ്മൂട്ടി ദുബായിയിൽ പറഞ്ഞു. പേട്രിയറ്റ് സിനിമയുടെ ജിസിസി റിലീസുമായി ബന്ധപ്പെട്ട് ദുബായിലെത്തിയ മമ്മൂട്ടി പ്രേക്ഷകരോട് സംസാരിക്കുമ്പോഴാണ് സ്വന്തം നിലപാട് വ്യക്തമാക്കിയത്. സിനിമയെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായമുണ്ടാകും. സ്വന്തം ഇഷ്ടമാണ് ഓരോരുത്തരും നോക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സിനിമ പുറത്തിറങ്ങി. പല തലത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. നല്ലതാണ്, ചീത്തതാണ്, പകുതി കൊള്ളാം, മുക്കാൽ കൊള്ളാം, ബാക്കി കൊള്ളാം, അവസാനം കൊള്ളാം, ആദ്യം കൊള്ളാം, അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയതുപോലെ അഭിപ്രായം പറയാം. ഇതും നിങ്ങളിൽ പലരും കേട്ടുകാണും. അതും കേട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ടാവുമല്ലോ. അതുതന്നെയാണ് വേണ്ടത്. സിനിമാ പ്രേക്ഷകർ എല്ലാവർക്കും രസിക്കണമെന്ന് ഉദ്ദേശിച്ചു തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്, മമ്മൂട്ടി പറഞ്ഞു. സൈബർ ലോകത്ത് മനുഷ്യരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ് പേട്രിയറ്റ് പറയുന്നത്. കാലിക പ്രസക്തിയുള്ള വിഷയമാണിതെന്നും മമ്മൂട്ടി പറഞ്ഞു. 30 വർഷത്തെ സിനിമാ ജീവിതത്തിന് പകരം തനിക്ക് 30 വയസ്സായി എന്ന് മമ്മൂട്ടി പറഞ്ഞതിനെ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. സംവിധായകൻ മഹേഷ് നാരായണൻ, നടി ഷെറിൻ ഷിഹാബ്, ട്രൂത്ത് ഫിലിംസ് ഉടമ സമദ്, അനുര മത്തായ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്കുശേഷം ഒന്നിച്ചെത്തിയ പേട്രിയറ്റിന് എങ്ങും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. കേരളത്തിൽ 500-ന് മുകളിൽ തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. വിദേശ രാജ്യങ്ങളിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. 2636 ഷോകളിലൂടെ ഇന്ത്യയിൽ നിന്നു മാത്രമുള്ള ഗ്രോസ് കളക്ഷൻ 11.37 കോടിയും ആകെ നെറ്റ് കളക്ഷൻ 9.80 കോടിയുമാണെന്ന് സാഗ്നിൽ റിപ്പോർട്ട് ചെയ്തു. ഓവർസീസിലും ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. 18 കോടിയാണ് വിദേശത്തു നിന്നും വാരിയത്. സിനിമയുടെ ആകെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 29.37 കോടിയാണ്. ഡാനിയൽ ജെയിംസ് എന്ന സയന്റിഫിക് ഡയറക്ടർ ആയാണ് മമ്മൂട്ടി എത്തുന്നത്. കേണൽ റഹീം ആയി മോഹൻലാലും എത്തുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാലിന്റെ കഥാപാത്രം വരുന്നത്. 18 വർഷങ്ങൾക്കുശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന സിനിമ കൂടിയാണിത്.